ദുബായിൽ വന്നാൽ നിങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മളുടെ എമിറേറ്റ്സ് സൈഡിൽ ആർക്കും പോസ്റ്റ് പെയ്ഡ് സിം എടുത്തു കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പണി കിട്ടിയ ഒരാളുടെ എക്സ്പീരിയൻസും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് വൺ, ഇവിടെ ATM-ൽ പേയ്മെന്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനും മറ്റു കാര്യങ്ങൾക്കും എമിറേറ്റ്സ് സൈഡ് ആവശ്യമാണ്. നമ്മുടെ സ്വന്തം ആവശ്യത്തിനല്ലാതെ മറ്റൊരാളുടെ പേയ്മെന്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ എമിറേറ്റ്സ് സൈഡ് കൊടുക്കരുത്. സെക്കൻഡ് വൺ, ഇവിടെ നിന്ന് നമ്മുടെ പേര് പറഞ്ഞ ഒരാൾക്കും വേറൊരാളുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് വാങ്ങി കൊടുക്കരുത്. ഇവിടെ വന്ന ടൈമിൽ ഞാനും അങ്ങനെ പെട്ടുപോയിട്ടുണ്ട്. ഇപ്പൊ തരാം, അരമണിക്കൂർ കഴിഞ്ഞ് തരാം, നാളെ തരാം, സാലറി കിട്ടിക്കഴിഞ്ഞ് തരാം എന്നൊക്കെ പറഞ്ഞ് പലരുടെയും ഇമോഷൻസ് കണ്ട് പൈസ ഇടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തവരുണ്ടാവും. നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഒന്നെങ്കിൽ അത് മറന്നേക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് തിരിച്ചു വാങ്ങുക. തേർഡ് വൺ, വേറൊരാളുടെ പേയ്മെന്റ്സും നമ്മളുടെ അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ ചെയ്യരുത്. അതിപ്പോ ചെറിയ പേയ്മെന്റ് ആണെങ്കിലും വലുതാണെങ്കിലും. ഫ്യൂച്ചറിൽ ബാങ്കിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എൻക്വയറി വന്നാൽ ഇതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് മാത്രമായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. നാട്ടിൽ നിന്ന് ജോബിനായി ഇങ്ങോട്ട് കയറി വരുന്നവർ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലും പല കണക്ഷൻസിന്റെ പേരിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയാതെ ചെയ്തു പോകുന്നവരുണ്ട്. ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഇവിടെ വന്നിട്ട് അധികം നാളാകാത്തവർക്കും വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ ബൈ.